Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. Today, we'll be dealing with the essay I Plead That You Read, written by Shashi Tharoor. First published on 19th November 2023 in the popular weekly magazine The Week, this piece addresses the modern information crisis. Wherever one stands up to decry the evident decline in reading, the defense comes back. Oh, the younger generation are reading all the time. It is just that they're reading on their mobile phones and not in books. Since this chapter is meant for general English paper, general English students, ഞാൻ ഓഥറിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എസ്സേയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്താ പറയുന്നത്? ആരെങ്കിലും ഒന്ന് എണീറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നിട്ട് വളരെ എവിഡൻ്റ് ആയി കാണുന്ന, വളരെ തെളിഞ്ഞ് കാണുന്ന, എന്താണ് തെളിഞ്ഞ് കാണുന്നത്? വായനയിൽ വരുന്ന ഡിക്ലൈൻ. അതായത് പണ്ടത്തെ ആളുകൾ വായിക്കണ പോലെയൊന്നും ഇപ്പോഴത്തെ ആളുകൾ വായിക്കുന്നില്ല. ആ വായനക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഡിക്രൈ മീൻസ് അനൗൺസ് ചെയ്യുക. പബ്ലിക്കായിട്ടൊന്ന് സംസാരിക്കാൻ വന്നാൽ എന്താ ഉണ്ടാവുന്നത്? ഉടനെ ഡിഫൻസ് വന്നു അല്ലേ? അപ്പം ആരെങ്കിലും വായനയിലുള്ള കുറവിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്തുണ്ടാവുന്നു? ഉടനെ ഒരു ഡിഫൻസ് വരുന്നുണ്ട്. എന്താണ് ഡിഫൻസ്? ഓ, യങ് ജനറേഷൻ ആളുകളൊക്കെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? മുഴുവൻ സമയം അവർ വായിക്കുകയാണ്. പക്ഷെ എന്താ, അവര് മൊബൈലിലാണ് വായിക്കണം, ബുക്സിലല്ലാന്നേ ഉള്ളൂ അല്ലേ? അതാണ്. ബട്ട് ദാറ്റ്സ് പ്രിസൈസ്ലി ദ പ്രോബ്ലം. Many in the younger generation seem to believe that books are only for schoolrooms and homework, and that when you are not studying them in order to pass examinations, they have no appeal or value in their lives. അല്ലേ? അപ്പം എന്താണ് പറയുന്നത്? നമ്മളെ വായനയുടെ ഡിക്ലൈനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴേക്കും ആൾക്കാർ അതിനെ യങ് ജനറേഷനെ ഡിഫെൻഡ് ചെയ്യുന്നു. എന്ത്? അവർ മൊബൈൽ ഫോണിലാണ് വായിക്കണം, ബുക്കിലല്ലാന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ? പക്ഷേ ശ്രീ ശശി തരൂർ എന്താ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് പ്രോബ്ലം അല്ലേ? എന്താണ് പ്രോബ്ലം? അതായത് ഇപ്പോഴത്തെ യങ് ജനറേഷൻ, ഇപ്പോഴത്തെ തലമുറ എന്താണ് വിശ്വസിക്കുന്നത്? ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് സ്കൂളിലേക്കും അല്ലെ, സ്കൂൾ ക്ലാസ് റൂമിലും ഹോംവർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് മാത്രം മതി. അതായത് അത് ആ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റീഡിങ് മാത്രം മതി അല്ലേ? അത് എന്തെങ്കിലും എക്സാം പാസ്സാവാനായിട്ടുള്ള ഉദ്ദേശത്തിലല്ല എങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ലാത്ത സാധനമാണ് ബുക്ക്. അങ്ങനെ ബുക്ക് നമുക്ക് പഠിച്ച എന്തെങ്കിലും എക്സാം പാസ്സാവാന്നല്ലാണ്ട് ഈ ബുക്ക് കൊണ്ട് എന്താ പ്രയോജനം? ഇതാണ് യങ് ജനറേഷൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് ഓഥർ പറയുന്നത്. It is true that they are reading text messages, WhatsApp forwards and the like. And in that sense, the reading they do digitally may cover as many words and as much text as my generation read in an analog era. അല്ലേ? ഡിജിറ്റൽ എറയ്ക്ക് മുമ്പുള്ള എറ, അതാണ് അനലോഗ് എറ. അപ്പം അവിടെ എന്താ പറയുന്നത്? ശരിയാണ്, അവർ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? ടെക്സ്റ്റ് മെസ്സേജുകൾ വായിക്കുന്നുണ്ട് അല്ലേ? വാട്സപ്പിൽ വരുന്ന ഫോർവേഡുകൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയെന്താ, ഞങ്ങളുടെ ജനറേഷൻ ഞങ്ങളുടെ കാലത്ത് വായിച്ചിരുന്ന അത്രയും നമ്പർ ഓഫ് വേർഡ്സ് ഇവരിപ്പോൾ ഡിജിറ്റലി വായിക്കുന്നുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ബട്ട് even if the young are in that sense reading more than ever, they are also reading rapidly, carelessly and superficially, and that's dangerous. അല്ലേ? എന്താ പറയുന്നത്? ഓക്കെ, അവർ വായിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ്, അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലോണം വായിക്കുന്നുണ്ട്. നമ്മളെക്കാളൊക്കെ വായിക്കേണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? റീഡിങ് മോർ ദാൻ എവർ, മുമ്പത്തെക്കാളൊക്കെ ഒരുപാട് വായിക്കുന്നുണ്ട്. പക്ഷേ ആ വായനയ്ക്കൊരു കുഴപ്പമുണ്ട്. എന്താണ്? ഒരു കുഴപ്പമല്ല, കുഴപ്പങ്ങളുണ്ട് അല്ലേ? എന്താണ്? ദേ ആർ റീഡിങ് റാപ്പിഡ്ലി. അവർ ഭയങ്കര സ്പീഡായിട്ട്, കെയർലെസ് ആയിട്ട്, സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് വായിക്കുന്നത് അല്ലേ? അതായത് സൂപ്പർഫിഷ്യൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഓടിച്ച് വായിക്കുക. എന്താണ് അതിൽ പറഞ്ഞിരിക്കണേന്നോ, എന്താണ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ വായിക്കുന്നത് അതിലുള്ള ശരി തെറ്റുകൾ അനലൈസ് ചെയ്യാൻ ഒന്നും നിൽക്കുന്നില്ല അല്ലേ? വായിച്ചു വിട്ടു അല്ലേ? അങ്ങനെ ഒരു റാപ്പിഡ് റീഡിംഗ് ആണ് നടത്തുന്നത്. ആൻഡ് ദാറ്റ്സ് ഡേഞ്ചറസ്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
The alarm bells have been sounded in a new scholarly article in a journal called First Monday, titled Why Higher Level Reading is Important, which laments the global decline in serious reading and of readers interested in and capable of complex interpretative interactions with text. അപ്പോൾ എന്താ പറയുന്നത്, ഫേസ്റ്റ് മൺഡേ എന്ന് പറഞ്ഞിട്ടുള്ള ജേർണലിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. എന്താണ് ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ? വൈ ഹയർ ലെവൽ റീഡിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി കുറച്ച് പാരഗ്രാഫുകളും ഇദ്ദേഹം സംസാരിക്കുന്നത് ഈ ആർട്ടിക്കിളിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിലാണ് ഇൻ ദ വൈ ഹയർ ലെവൽ റീഡിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനെന്താണ് പറയുന്നത്? അലാം ബെൽസ് ഹാവ് ബീൻ സൗണ്ടഡ് അല്ലേ, അതായത് ഒരു ഡേഞ്ചർ സിറ്റുവേഷനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഇതാണ് അവിടെ അലാം ബെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പോകുന്ന വഴി ശരിയല്ല എന്ന് ഒരു അലാം മുഴങ്ങുന്നുണ്ട്. ഏതിൽ? ഒരു പുതുതായി വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ, ഒരു സ്കോളർലി ആർട്ടിക്കിളിൽ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ജേർണൽ കോൾഡ് ഫസ്റ്റ് മൺഡേ. ആ ആർട്ടിക്കിളിന്റെ പേരാണ് വൈ ഹയർ ലെവൽ റീഡിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിൽ എന്താണ് ആ ആർട്ടിക്കിളിൽ പറയുന്നത്? This article laments the global decline in serious reading. അല്ലേ, അതായത് ലാമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സങ്കടപ്പെടണം പോലെ. അതായത് ഇത്രയേ ഉള്ളൂ. ആ ആർട്ടിക്കിൾ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? വേൾഡ് വൈഡ് എടുത്തു നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയസ് റീഡിങ് ഇല്ല ഇപ്പോൾ, അല്ലെങ്കിൽ അത് ഡിക്ലൈൻ ആയി വരികയാണ്, കുറഞ്ഞു വരികയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള റീഡിംഗ് ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും ഇല്ല. ആൻഡ് ഓഫ് റീഡേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ, അല്ലേ, capable of interpretative interactions with text. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവരോ അല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരോ അങ്ങനെയുള്ള റീഡേഴ്സ് ഒന്നും ഇപ്പം ഇല്ല. അതൊക്കെ കുറഞ്ഞ് വരികയാണ് അല്ലേ. The short attention span required and perpetuated by the digital era has led, the scholar authors say, to a significant decline of critical and conscious reading, immersive and slow reading, literary reading, non-strategic or non-goal oriented reading, and long-form reading. അല്ലേ, അപ്പോൾ എന്താണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എറയാണ്. നമുക്കൊരു മെസ്സേജ് വന്നു, നമ്മളത് വായിച്ചു അല്ലേ, കഴിഞ്ഞു. ആ ഒരു ഫ്യൂ സെക്കൻഡ്സ്. ഇപ്പോൾ നമ്മൾ റീൽസൊക്കെ കാണുമ്പോഴും അങ്ങനെയാണ് അല്ലേ, ചിലപ്പോൾ ഒരു 50 സെക്കൻഡ്സിൻ്റെയോ അല്ലെങ്കിൽ 2 മിനിറ്റ്സിൻ്റെയോ. അപ്പോൾ ഒരു അത്രയും ഷോർട്ട് അറ്റൻഷൻ സ്പാനേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അവിടെ അല്ലേ. അപ്പോൾ ഈ ഡിജിറ്റൽ എറയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഭയങ്കര ലെങ്തി ആയിട്ട് അല്ലേ. പണ്ടൊക്കെ നമ്മൾ കൂടുതൽ ഇപ്പോൾ വീഡിയോസൊക്കെ കാണാൻ പറഞ്ഞാൽ കാസറ്റോ അല്ലെങ്കിൽ പിന്നീടുള്ള കാലത്ത് CD വന്നു, അതിൽ മൂവീസ് കാണലാണ് അല്ലേ. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പോൾ ഡിജിറ്റൽ എറയിൽ ചെറിയ അങ്ങനെ റീൽസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വായനയുടെ കാര്യം, ഷോർട്ട് മെസ്സേജസ് വരികയാണ്. അപ്പം നമ്മളിത് എന്താ ചെയ്യുന്നത്? ജസ്റ്റ് അതിങ്ങനെ ഓടിച്ച് വായിച്ച് വിട്ടു അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ റീൽസ് കാണുകയാണെങ്കിലും, റീൽസിൻ്റെ കാര്യമല്ല ഇതിൽ പറഞ്ഞിരിക്കണം, വായനയുടെ കാര്യമാണ്. ഞാൻ അറ്റൻഷൻ സ്പാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. എന്താണ്, ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഫ്യൂ മിനിറ്റ്സിൻ്റെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ അറ്റൻഷൻ അത്രയും നേരത്തേക്ക് നിൽക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഈ ഡിജിറ്റൽ എറ കാരണം നമുക്ക് കുറച്ച് അറ്റൻഷൻ സ്പാൻ അറ്റൻറ്റീവായിട്ടിരിക്കേണ്ട ഒരു സമയം വളരെ കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ ദ സ്കോളർ ഓതേഴ്സ് സേ, ആക്ച്വലി ഈ നമ്മൾ പറഞ്ഞല്ലോ ആർട്ടിക്കിൾ വൈ ഹയർ ലെവൽ റീഡിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്ന്, അത് കുറേ ഓതേഴ്സ് ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താ പറയുന്നത്? സ്കോളർ ഓതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഓതേഴ്സിനെയാണ് കേട്ടോ. അവർ പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള, നമ്മളൊരു സാധനം വായിച്ച് അതിനെ ക്രിട്ടിക്കലി കാണാൻ, അതായത് അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ഫേക്ക് ആണോ എന്നറിയാനുള്ളൊരു ഇത് കുറഞ്ഞു. അവർ ആ സ്ലോ ആയിട്ട് ഇമേഴ്സീവ് എന്ന് വെച്ചാൽ ഒരു വായനയിൽ ഇങ്ങനെ മുഴുകി വായിക്കുക, അതൊന്നും ഇപ്പം ഇല്ല. ലിറ്റററി റീഡിംഗ് അല്ലേ, നമ്മൾ നല്ല ധാരാളം ഇങ്ങനെ വായിക്കുക, പ്രത്യേകിച്ച് ഒരു നോൺ സ്ട്രാറ്റജിക് ആയിട്ട്. അതായത് മറ്റേതൊക്കെ ഇപ്പോഴത്തെ സ്ട്രാറ്റജിക് റീഡിംഗ് ആണോ, ഒക്കെ ഓടിച്ചുള്ളൊരു വായനയാണ് അല്ലേ. അപ്പം അങ്ങനെയൊന്നും അല്ലാത്ത അങ്ങനത്തെ ഒരു റീഡിംഗ് ഒന്നും ഇപ്പം ഇല്ല. ഈവൻ ഓഡിയോ ബുക്സ്, ദ ഓതേഴ്സ് പോയിന്റ് ഔട്ട്, ആർ നോട്ട് ദി ഇക്വാലന്റ് ഓഫ് റീഡിംഗ് ബട്ട് a poor substitute for it. അപ്പോൾ ഈ എസ്സേയുടെ ഈ ആർട്ടിക്കിൾ ഉണ്ടല്ലോ, വൈ ഹയർ ലെവൽ റീഡിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ആ ആർട്ടിക്കിളിൻ്റെ ഓതേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്ത്,
ഈവൻ നമുക്ക് ഓഡിയോ ബുക്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലേ, അതുപോലും റീഡിങ്ങിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഈ റീഡിങ്ങിന് ഇക്വാലൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പുവർ സബ്സ്റ്റിറ്റ്യൂട്ട്, കുഴപ്പമില്ല, ഒന്നുമില്ലാത്തതിലും ഭേദം എന്നുള്ളൊരു അങ്ങനെ പകരം വെക്കാമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും റീഡിങ്ങിന് ഇക്വാലൻ്റ് ആയിട്ട് വരില്ല ഓഡിയോ ബുക്സും എന്ന് ആ ആർട്ടിക്കിളിൻ്റെ ഓതേഴ്സ് പറയുന്നു. ദ സ്കോളേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഓതേഴ്സിനെയാണ്. Identify many psychological processes involved in reading, including motivation and frustration, pleasure and leisure, emotional responses, therapeutic and meditative effects, imagination and mental imagery, creativity and inspiration. അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്, ഈ സ്കോളർ ഓതേഴ്സ് ഒരു റീഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഈ റൈറ്റേഴ്സ്. എന്തൊക്കെയാണ് റീഡിങ്ങിൽ ഇൻവോൾവ് ആവുന്ന സൈക്കോളജിക്കൽ പ്രോസസ്സസ് എന്തൊക്കെയാണ്? മോട്ടിവേഷൻ, അല്ലേ, നമുക്കിങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഫ്രസ്ട്രേഷൻസ്, ഇപ്പോൾ ഒരു വിഷമങ്ങളാവാം. പ്ലെഷർ, ലിഷർ, അല്ലേ, നമുക്ക് ആ കിട്ടുന്ന ഒരു സന്തോഷം, ആ ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഫീല്, അല്ലേ. ഇമോഷണൽ റെസ്പോൺസസ്, ചില ബുക്സൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് കരഞ്ഞു പോകും, അല്ലേ. തെറാപ്യൂട്ടിക് ആൻഡ് മെഡിറ്റേറ്റീവ് എഫക്ട്സ്, തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് റിലാക്സ്ഡ് ആക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി ഉണ്ട് ബുക്സിന്, അല്ലേ. ഇമാജിനേഷൻ ആൻഡ് മെന്റൽ ഇമേജറി, അല്ലേ. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, ഒരു ബുക്ക് വായിച്ചിട്ട് നമ്മൾ ആ ബുക്കിൻ്റെ മൂവി അഡാപ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇഷ്ടമാവുക ബുക്കായിരിക്കും. ഇതെനിക്കറിയില്ല ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്, പക്ഷേ സാധാരണഗതിയിൽ അത് അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ഇമാജിനേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു നായികനെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു നോവലിൽ ആയിക്കോട്ടെ, സുന്ദരിയായിട്ടുള്ള ഒരു നായികയുടെ ഒരു ബോൾഡ്നെസ്, അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ കിട്ടുന്നൊരു മെൻ്റൽ പിക്ചർ ഉണ്ട്. അത്രയും സൗന്ദര്യം അല്ലെങ്കിൽ അത്രയും ബോൾഡ്നെസ് ഒരിക്കലും ഒരു ആക്ട്രസിൽ ഒരു പക്ഷേ വരാൻ സാധിക്കില്ല, മനസ്സിലായോ? അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പാലസിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, അപ്പോൾ നമുക്ക് ആ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇമാജിനേഷൻ അതൊരിക്കലും ഒരു ഫിലിമിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പം ആ ഇമാജിനേഷൻ അല്ലെങ്കിൽ ആ മെൻ്റൽ ഇമേജറി എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലിലുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഇതൊക്കെ റീഡിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. അതുപോലെ തന്നെ വരുന്ന രണ്ട് സംഗതികളാണ് ക്രിയേറ്റിവിറ്റിയും ഇൻസ്പിറേഷനും ഒക്കെ. അപ്പം നമ്മൾ ചില ബുക്സൊക്കെ വായിച്ചിട്ട് നമുക്ക് അതിന് ഇൻസ്പയർഡ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള ജാനറിലോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് എഴുതാനോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം, അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, റീഡിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. In my own asthmatic childhood, reading was my escape, my education and my entertainment. എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ആസ്മാറ്റിക് ആയിരുന്നു, ആസ്മ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു രക്ഷപ്പെടലായിരുന്നു റീഡിങ് എന്ന് പറയുന്നത്. എനിക്ക് ദാറ്റ് വാസ് മൈ ഫോം ഓഫ് എസ്കേപ്പിസം, മൈ എഡ്യൂക്കേഷൻ, അല്ലേ, എൻ്റെ പഠനം വായനയായിരുന്നു. ആൻഡ് മൈ എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ, ബോറടിക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ, അല്ലേ, ഒരു ഫിലിമിന് പോയാലോ, അല്ലെങ്കിൽ അച്ഛാ നമുക്കൊന്ന് മോളിൽ പോയിട്ട് വന്നാലോ, അങ്ങനെ ആയിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. റീഡിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. I read essentially for pleasure, but grew in the process, widened my mental horizons and enhanced my vocabulary. അല്ലേ, ശരിക്കും ഞാൻ വായിച്ചത് എന്തിനാണ്? പ്ലഷറിന് വേണ്ടിയിട്ടാണ്, ഒരു സന്തോഷത്തിന് വേണ്ടി വായിച്ചു തുടങ്ങിയാണ്, ഒരു ബോറടിയൊക്കെ മാറുന്നതിന് വേണ്ടി, അല്ലേ. പക്ഷെ അത് വളർന്നു വന്നു, ആ പ്രോസസ്സിൽ ഇങ്ങനെ വളർന്നു വന്നു. അങ്ങനെ എന്തുണ്ടായി, എൻ്റെ മെൻ്റൽ ഹൊറൈസൺസ് വളർന്നു, അല്ലേ. അതായത് ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് വായിക്കുന്ന ആളുകളുടെ ഒരു എന്താ പറയുക, പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രോഡായിരിക്കും. എൻ്റെ മെൻ്റൽ ഹൊറൈസൺസ് വളർന്നു, അല്ലേ, വിവരവും ഒക്കെ വളരും, അല്ലേ. ആൻഡ് എൻഹാൻസ് മൈ വൊക്കാബുലറി. ശ്രീ ശശി തരൂരിൻ്റെ വൊക്കാബുലറി ഭയങ്കര ഫേമസ് ആണ്. അദ്ദേഹത്തെ ഒരുപാട് ട്രോൾ ചെയ്യാറുണ്ട് എല്ലാവരും, അല്ലേ. അതായത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല,
അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾ ചെയ്യാറുണ്ട്. ഇത് ശശി തരൂരിന്റെ ശശിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ട്രോളുകൾ നിങ്ങൾ കണ്ടു കാണും അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, അദ്ദേഹത്തിന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ആ വൊക്കാബുലറി, അങ്ങനെയുള്ള വൊക്കാബുലറി അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയത്? ഈ റീഡിങ്ങിലൂടെയാണ്. ഓക്കെ, ദാറ്റ് സെൻസ് of reading being an enjoyable activity which you can still benefit from is sadly missing among many of today's young. അല്ലേ, അങ്ങനെയുള്ള ആ ഒരു വായന ഉണ്ടല്ലോ, ശരിക്കും അതൊരു എൻജോയബിൾ ആക്ടിവിറ്റി ആണ്, എന്നാൽ അതിൽ നിന്നും നമുക്ക് ഒരുപാടധികം ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള റീഡിംഗ് ഒക്കെ ഇപ്പോഴത്തെ ജനറേഷനിൽ മിസ്സിംഗ് ആണ് എന്നാണ് പറയുന്നത്. Ironically, the higher level reading skills that are now out of fashion are all the more essential to negotiate the complexities of the 21st century information society. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻഫോർമേഷൻ സൊസൈറ്റിയാണ് അല്ലേ. അത് പല രീതിയിലാണ്. ഓക്കെ, പക്ഷേ അങ്ങനെയുള്ള ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ, അതായത് ഒന്ന് ഒരു വരുതിക്ക് നിർത്താൻ എന്ത് വേണം? നമുക്ക് ഹയർ ലെവൽ റീഡിംഗ് ആണ് ആവശ്യം. പക്ഷെ അത് ഔട്ട് ഓഫ് ഫാഷൻ ആണ്. We live in an era of fake news, conspiracy theories, distortions and disinformation, simplifications and outright lies assiduously spread by our rulers to compromise society's capacity for informed democratic decision making. Like, എന്താ പറയുന്നത്, നമ്മൾ ജീവിക്കുന്നത് ഫേക്ക് ന്യൂസിന്റെ ഒരു കാലഘട്ടത്താണ് അല്ലെ. കോൺസ്പിറസി തിയറീസ് അല്ലെ, പലതരത്തിലുള്ള ഗൂഢാലോചനകളുടെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന പല ഇത് അല്ലേ. ഇപ്പൊ നമ്മൾ പറയും ഒരു കേസ് ഉണ്ടായാൽ തന്നെ ആ കേസിന് പ്രതി എന്ന് പറയപ്പെടുന്ന ആളെ അല്ലെ, അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറെ സാധനങ്ങൾ വരും. അപ്പൊ നമുക്ക് തോന്നുന്നത് വായിക്കുമ്പോൾ ശരിയായിരിക്കും കേട്ടോ, ഇയാള് ഒരുപക്ഷെ ഇന്നസെന്റ് ആയിരിക്കാം എന്ന് നമുക്ക് തോന്നും അല്ലെ. അങ്ങനെയുള്ള പല ഗൂഢാലോചന കലർന്നിട്ടുള്ള ആ ഒരു തിയറീസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലെ. ഡാറ്റയുടെ ഡിസ്റ്റോർഷൻസ്, അതായത് ശരിയായിട്ടുള്ള ഡേറ്റനെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അത് തെറ്റായിട്ടുള്ള രീതിയിലും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അത് പലപ്പോഴും എങ്ങനെയാണ്, റൂളേഴ്സ് തന്നെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ടു കോംപ്രമൈസസ്, അത് ഞാൻ ഫേക്ക് ന്യൂസ്, ഞാൻ കോൺസ്പിറസി തിയറിയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ന്യൂസ് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അതൊക്കെ എന്താണ്, അതിനകത്തൊരു ഇൻഫോംഡ് ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ്. ഈ ഡെമോക്രസിയുടെ പ്രത്യേകത എന്താണ്? നമുക്ക്, അതായത് ഏതൊരു സാധാരണക്കാരനും ആ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു റോള് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, നമുക്ക് നമ്മുടെ റൂളേഴ്സ് തെറ്റായിട്ടുള്ളൊരു എന്താ പറയുക ഇൻഫോർമേഷൻ പാസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാവാൻ സാധിക്കാതെ വരണം. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അസിഡിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര കെയർഫുള്ളി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാധനം, അതാണ് ഉദ്ദേശിക്കുന്നത്. We need all the more to be able to critically interrogate what is around us, and that comes with experience in engaging with the content and language of text we read. അല്ലേ, നമ്മൾ എന്ത് വേണം, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഇൻട്രഗേറ്റ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ ചെയ്യാൻ, അതും ക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? That comes with, അതെങ്ങനെ കിട്ടുന്നു? With experience in engaging with the content and language of text we read. നമ്മൾ വായിക്കുന്ന ബുക്കുകൾ, അതായത് വായനയിലൂടെ വായിച്ച് കിട്ടുന്ന ആ ഭാഷയിലൂടെയും അതിൻ്റെ ആ കണ്ടന്റിലൂടെയാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇതിനുള്ള എക്സ്പീരിയൻസ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ക്രിട്ടിക്കലി ഇൻട്രഗേറ്റ് ചെയ്യാൻ, ക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടുന്നത് വായനയിലൂടെയാണ്. അതാണ്. Those who read very little are the ones vulnerable to manipulation by false and motivated WhatsApp forwards. അല്ലേ, നമ്മൾ വായിക്കുന്ന എന്താ പറയുക, വായനാശീലമൊന്നും ഇല്ലാത്ത ആളുകളാണ് എന്ത് വാട്സപ്പിലൊക്കെ വരുന്ന ഈ തെറ്റായിട്ടുള്ള അറിവുകളിലേക്ക് കൂടുതലായിട്ട് വൾണറബിൾ ആവുന്നത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അല്ലേ. ഈ വായനാശീലം ഇല്ലാത്ത ആളുകളാണ്.
ചിലർ പറയണ കേട്ട് കാണും നിങ്ങൾ, അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ പറയും, എന്താ അയ്യോ വാട്സപ്പിൽ ഇന്ന് വന്നേ അല്ലേ, ഇന്ന് രാത്രി 1 മണിക്കൂർ കറണ്ട് പവറൊക്കെ ഓഫ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ ഇതിലെ മാതിരി ഫ്രൂട്ടി ജ്യൂസിൻ്റെ ഒക്കെ കഥ നമ്മൾ വാട്സപ്പൊക്കെ വരണേക്കാളും മുമ്പുള്ള കഥകളാണ്. അപ്പം ഇതൊക്കെ ചുമ്മാ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ അടിച്ചിറക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇതിലൊക്കെ എത്രത്തോളം സത്യസന്ധതയുണ്ട് ഇതൊന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ അങ്ങനെ അങ്ങോട്ട് ഫേക്ക് ന്യൂസുകൾ അടിച്ചു വിടുകയാണ് ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ എത്രയോ പക്ഷെ ഇതൊക്കെ വിശ്വസിക്കുന്നത് ആരാണ്? മറ്റു വായനയൊന്നുമില്ല, ഇപ്പോൾ ന്യൂസ് പേപ്പറൊന്നും വായിക്കുന്നില്ല. കാരണം ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ എന്തായാലും ന്യൂസ് പേപ്പറിലോ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ എന്തായാലും പേപ്പറിലും അല്ലേ അങ്ങനെയുള്ള ഇതിലൊക്കെ വരും, ന്യൂസിലൊക്കെ കാണിക്കും. പക്ഷെ ചുമ്മാ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്, അത് ആരാണ് കൂടുതൽ വിശ്വസിക്കുന്നത്? എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ന്യൂസ് കേൾക്കില്ല, ന്യൂസ് വായിക്കില്ല, അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസിലൊക്കെ പെട്ടെന്ന് വീണ് പോണത്. The scholar authors conclude that reading skills and practices are the foundation for full participation in the economic, political, communal, and cultural life of contemporary society, including social, cultural, and political engagement, as much as personal liberation, emancipation, and empowerment. അല്ലേ? അപ്പോൾ ശ്രീ ശശി തരൂർ പറയുന്നത് ഒരു ആർട്ടിക്കിളിനെ കുറിച്ചിട്ടാണ് അല്ലേ, ഐ പ്ലീഡ് ദാറ്റ് യു റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിനെ കുറിച്ചിട്ടാണ് ഇതിലൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ സ്കോളർ ഓതേഴ്സ് ആ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? റീഡിങ് സ്കിൽസും പ്രാക്ടീസസും ഒക്കെ ഒരു ഫൗണ്ടേഷനാണ്. എന്തിനുള്ള ഫൗണ്ടേഷൻ? നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, എക്കണോമിക്, പൊളിറ്റിക്കൽ, കമ്മ്യൂണൽ, കൾച്ചറൽ, അങ്ങനെയുള്ള പല ആസ്പെക്ട്സിൽ പല ഫീൽഡുകളിൽ സാധാരണക്കാരായ ജനങ്ങളുടെ, സാധാരണക്കാരായ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാനായിട്ട് എന്താ പറയുക ഈ റീഡിങ് സ്കിൽസ് ഒക്കെ വളരെ ആവശ്യമാണ്. അത് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ ലിബറേഷൻ, ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് അല്ലേ. അതായത് സ്വന്തമായിട്ട് ഫ്രീഡം കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമുക്കൊരു എംപവേർഡ് ആവുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ എന്ത് വേണം? ഒരു റീഡിങ് വേണം അല്ലേ. ഇപ്പം വായിക്കൊന്നുമില്ല, എഡ്യൂക്കേറ്റഡ് അല്ല, അങ്ങനെ ഉള്ള അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ ഇടുങ്ങിയ ചിന്താഗതിയായിരിക്കും അല്ലേ. ഇപ്പം പല സ്ത്രീകൾ പോലും പറയും എന്ത് ആണുങ്ങളാണ് മേധേ, സ്ത്രീകൾ താഴെയാണ്, അല്ലെങ്കിൽ ആ ഒരു പെട്രിയാർക്കിയുടെ ഒക്കെ അല്ലേ കൊണ്ടുവരുന്നത്. പെട്രാക്കി എന്തുകൊണ്ടാണ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്? സ്ത്രീകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലേ, അതുകൊണ്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവർക്ക് ഒരു ബ്രോഡ് മൈൻഡഡ് അല്ല അവർക്ക് ആ ഒരു ചിന്താഗതി ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയാണ്. ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്, ദേ ആർ നോട്ട് അവെയർ ഓഫ് എനിത്തിങ് അല്ലേ. they are not aware of gender equality or its importance അല്ലേ. അതൊന്നും അറിയാത്തത് കൊണ്ടാണ് എന്താ അവര് പെട്രാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു കോണ്ടെക്സ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു പേഴ്സണൽ ലിബറേഷൻ വേണം, നമുക്കൊരു എംപവേർഡ് ആയിരിക്കണം, ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ബേസിക് ഒരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ് റീഡിങ് എന്ന് പറയുന്നത്. A healthy democratic society that requires the informed consent of a multi-stakeholder and multicultural society also needs resilient readers, they argue. അല്ലേ, ഒരു കൺസെൻസസ് എന്ന് പറഞ്ഞ ഒരു ജനറൽ എഗ്രിമെന്റ് അല്ലേ. അതായത് ഒരു ഹെൽത്തി ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് എന്താണ് ആവശ്യം? ഇതിൻ്റെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് പല രീതിയിൽ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്ന ബെനിഫിറ്റ് സ്വീകരിക്കുന്ന ആളുകൾക്ക് എന്ത് വേണം? അവർക്കൊരു ഇൻഫോംഡ് ഒരു ജനറൽ എഗ്രിമെന്റ് വേണം അവർ തമ്മിൽ അല്ലേ. അല്ലാണ്ട് ഇപ്പോൾ വാട്സപ്പിൽ ഒരു ന്യൂസ് വന്നു, ഒരു 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 പെർട്ടിക്കുലർ ഇൻസിഡന്റ്, അതിനെക്കുറിച്ച് ഒരു പെർസ്പെക്റ്റീവ് എ, പെർസ്പെക്റ്റീവ് ബി, പെർസ്പെക്റ്റീവ് സി ഒക്കെ വായിച്ച് വരുമ്പോൾ എന്താണ്? വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളാണ്. കുറച്ച് ആളുകൾ പെർസ്പെക്റ്റീവ് എ വിശ്വസിക്കുന്നു, വേറെ കുറച്ച് ആളുകൾ പെർസ്പെക്റ്റീവ് ബി വിശ്വസിക്കുന്നു, വേറെ കുറച്ച് ആളുകൾ പെർസ്പെക്റ്റീവ് സി വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു ജനറൽ എഗ്രിമെന്റ് ഇല്ലാതെ പോവാണ്. അങ്ങനെയുള്ളപ്പോൾ എന്താണ്? ആ ഡെമോക്രസി ഒരു ഹെൽത്തി ആവുന്നില്ല.
അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് എന്ത് വേണം? ആളുകൾ തമ്മിൽ, ആ ഡെമോക്രസിയുടെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു ജനറൽ എഗ്രിമെന്റ് വേണം. അതിനെന്ത് വേണം? റെസിലിയന്റ് റീഡേഴ്സ് വേണം. അതായത് ഒരിക്കലും തോറ്റുകൊടുക്കാത്ത, എത്ര അടിച്ചമർത്തിയാലും തിരിച്ച് എന്താ പറയാ മുന്നോട്ട് വരുന്ന റീഡേഴ്സ് വേണം. മനസ്സിലായോ? അതിനൊക്കെ എന്താണ്? അതായത് വായന വേണം, അതാണ് പറയുന്നത്. ദി കോൾ ഫോർ, ദേ എന്ന് ഉദ്ദേശിക്കുന്ന ആ സ്കോളർ ഓതേഴ്സിനെയാണ്, ആർട്ടിക്കിളിന്റെ ഓതേഴ്സിനെയാണ് കേട്ടോ. Why higher level reading is important എന്നുള്ള ആർട്ടിക്കിളിന്റെ authors. They call for concerted policies to ensure that future reading education will promote reading habits and practices to match the pivotal role of reading. They want policy makers to invest in further reading research. Politically and rather dramatically, they quote the line, "War is what happens when language fails." Like, അപ്പോൾ ഈ സ്കോളർ ഓതേഴ്സ് എന്താണ് പറയുന്നത്? ശരിക്കും പോളിസീസ് കൊണ്ടുവരണം. എന്തിന്? ഇനിയുള്ള കാലത്ത് എഡ്യൂക്കേഷൻ, റീഡിങ് എൻഷുർ ചെയ്യും, റീഡിങ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസീസിൽ മാറ്റങ്ങൾ വരണം, അല്ലേ? ഇതിനെക്കുറിച്ച് പോളിസി മേക്കേഴ്സ് ഒരുപാട് റിസർച്ച് നടത്തണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് അവർ ഒരു പൊയറ്റിക്കലി ആൻഡ് ഡ്രമാറ്റിക്കലി അവർ ഒരു ലൈൻ കോട്ട് ചെയ്യണം. എന്ത്? What is what happens when language fails? ഭാഷ തോൽക്കുന്നിടത്താണ് യുദ്ധം ഉണ്ടാവുന്നത്. അതായത് ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആൾക്കാർ തെറ്റായ മാർഗത്തിലോട്ട് പോകുന്നതൊക്കെ എപ്പോഴാണ്? ഭാഷ തോൽക്കുമ്പോഴാണ് എന്നാണ് ഈ സ്കോളർലി ഓതേഴ്സ് പറയുന്നത്. ഇതൊക്കെ ശ്രീ ശശി തരൂർ ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ എന്താണ് വൈ ഹയർ ലെവൽ റീഡിംഗ് ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീ ശശി തരൂർ ഇതിലൊക്കെ പറയുന്നത് കേട്ടോ. This scholarly white paper has prompted something called the Jubal Jana Reading Manifesto, signed by a variety of writers, publishers and readers, including myself. Like, ഇതിന്റെ ഈ വൈറ്റ് പേപ്പർ എന്നുള്ള ഉദ്ദേശിക്കുന്ന ഈ ഒരു സ്കോളർലി പേപ്പർ കാരണം എന്തുണ്ടായി? എന്താ ഗുണമുണ്ടായത്? ഒരു റീഡിംഗ് മാനിഫെസ്റ്റോ വന്നു, അല്ലേ? ആൻഡ് ദിസ് വാസ് സൈൻഡ് ബൈ so many writers, publishers and readers, അല്ലേ? ഞാനടക്കമുള്ള ഒരുപാട് പേര് അത് സൈൻ ചെയ്തു. എന്താണ് ആ മാനിഫെസ്റ്റോ? ഇറ്റ്സ് എ ഗ്ലോബൽ അപ്പീൽ ടു പ്രൊമോട്ട് റീഡിംഗ്, something I have been doing anyway by responding to the perennial request to teach audiences a new word by replying with an old word, read. See, എന്ത് രസമല്ലേ ആ പറഞ്ഞിരിക്കണൊക്കെ, ആ ഒരു സെന്റൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണത്? ആ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബലി ഒരു റീഡിംഗ് പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഇറക്കിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആണ്. which I have already been doing already. ഞാൻ ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നോട് ചോദിക്കും, ഒരു പുതിയ വേർഡ് പഠിപ്പിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞു എന്താ ഇദ്ദേഹത്തിൻ്റെ വൊക്കാബുലറി ഭയങ്കര ഫേമസ് ആണ്, കാരണം ഭയങ്കര ഒടുക്കത്തെ വൊക്കാബുലറി ഉള്ളൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പുതിയ വേർഡ് പഠിപ്പിക്കുമോ എന്ന് ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളത് എന്താണ്? റീഡ്, വായിക്കൂ, അല്ലേ? അല്ലാതെ നമ്മൾ ഒരു വാക്ക് പറഞ്ഞു പഠിച്ചു കേൾക്കണോ, ഒരു കാണാപ്പാടം പഠിച്ചു അങ്ങനെയല്ല. പിന്നെന്ത് വേണം? വായിച്ച് വായനയിലൂടെ നമ്മൾ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്തെടുക്കണം, അല്ലേ? അപ്പോൾ ഈ മാനിഫെസ്റ്റോന്റെ ബേസിക് എയിം എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് റീഡിങ് എന്നാണ്. അതായത് ആളുകളെ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നോട് ചോദിക്കും ഒരു പുതിയ വാക്ക് പഠിപ്പിക്കുമെന്ന്. അതിന് ഞാൻ ഒരു പഴയ വാക്കാണ് മറുപടി ആയിട്ട് കൊടുക്കാറുള്ളത്. അതാണ് പറയണേ, അല്ലേ? അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എന്താണ് ആ പഴയ വാക്ക്? റീഡ്, അല്ലേ? അതാണ് പറയുന്നത്. It really does matter, and the same way the manifesto does, with Margaret Atwood's much quoted warning, if there are no young readers and writers, there will shortly be no older ones. Literacy will be dead and democracy will be dead as well. If you want to save democracy, encourage the next generation to read. ഇപ്പം എന്താ പറയുന്നത്? ഇറ്റ് റിയലി ഡസ് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ ആ മാനിഫെസ്റ്റോ എങ്ങനെയാണോ എൻഡ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ ഈ എസ്സേയും ഞാൻ അവസാനിപ്പിക്കുന്നത്. അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാർഗരറ്റ് ആറ്റ്വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിൻ്റെ ഏറ്റവും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന ഒരു
ലൈനാണ്, ഒരു വാർണിംഗ് ആണ്. എന്താണ്? if there are no young readers and writers, there will be shortly be no older ones. അല്ലേ? ഇപ്പോഴത്തെ യങ് ആയിട്ടുള്ള ആളുകളൊന്നും വായിക്കില്ല, എഴുതില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? കുറച്ച് കഴിയുമ്പോൾ മുതിർന്ന ആൾക്കാർ, അവരൊക്കെ ഏജ് ആവും അല്ലേ? ഏജ് ആയിട്ടുള്ള ആൾക്കാരും ഇല്ലാതാവും. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ നാച്ചുറലി അവരിലും അത്രയും ഉണ്ടാവില്ല അല്ലെ, റീഡിങ്ങും റൈറ്റിങ്ങും ഇല്ലാത്ത അവസ്ഥയാവും. അപ്പോൾ എന്താണ്? ലിറ്ററസി എന്ന് പറയുന്ന സാധനമേ ഇല്ലാത്ത അവസ്ഥയാവും. ലിറ്ററസി ഇല്ലെങ്കിൽ എന്താണ്? ഡെമോക്രസിയും ഇല്ലാതാവും. കാരണം ഇപ്പോൾ നമുക്ക് പഠിപ്പും വിവരവും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ? നമ്മളെ ചൂഷണം ചെയ്യാൻ, നമ്മളെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെങ്കിൽ എന്ത് വേണം? പ്രോപ്പർ റീഡിംഗ് വേണം. അല്ലെങ്കിൽ ഡെമോക്രസി വിൽ ബി ഡെഡ്. If you want to save democracy, encourage the next generation to read. അല്ലേ? നിങ്ങൾക്ക് ഡെമോക്രസി സേവ് ചെയ്യണം. ഡെമോക്രസി ഒരു മൊണോട്ടണി ഇതിലേക്ക് പോവാതെ കണ്ട് ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത ജനറേഷനെ വായിക്കാനായിട്ട് എൻകറേജ് ചെയ്യൂ. Okay? That's all for today. Thank you. That was a long video. Thank you for your patient listening.